ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തന്നെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന പരാതിയുമായി ശശി തരൂരും എത്തുന്നു. അപ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തരൂർ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട്. അട്ടിമറി ശ്രമം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. DCC അധ്യക്ഷൻ പാലോട് രവി പ്രചരണം കൃത്യമായി ഏകോപിപ്പിച്ചില്ലെന്നും പരാതി വോട്ട് കുറഞ്ഞതിന് പിന്നിൽ ചില നേതാക്കൾക്ക് പങ്കുണ്ടെന്നും ശശി തരൂർ ആരോപിച്ചിട്ടുണ്ട്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, തൃശ്ശൂരിന് പുറമെ തിരുവനന്തപുരത്തും പുകയുകയാണോ പാർട്ടിക്കുള്ളിൽ, പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റിക്കുള്ളിലൊക്കെയുള്ള തർക്കങ്ങൾ? DCC പ്രസിഡന്റിനെതിരെ വീണ്ടും ഒരു ആരോപണം ഉയരുന്നു. നമ്മൾ കണ്ടതാണ്, ശശി തരൂരിന്റെ സമയത്ത് പലപ്പോഴും പാർട്ടി പ്രവർത്തകർ ഏകോപനത്തിൽ നിന്ന് പിന്മാറുന്ന കാഴ്ച കണ്ടു. പലയിടങ്ങളിലും പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല എന്ന കാഴ്ചയും നമ്മൾ കണ്ടതൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ശശി തരൂർ കത്ത് രേഖാമൂലം നൽകിയോ പരാതി? അരുൺകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വ്യാപകമായി വോട്ട് ചോർച്ചയുണ്ടായെന്ന വിലയിരുത്തൽ പ്രാഥമികമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇതിൻ്റെ കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന് സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂർ നേതൃത്വത്തെ പരാതിയായി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ശശി തരൂർ മല്ലികാർജ്ജുൻ ഖാർഗെയെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ കൃത്യമായി അറിയിച്ചിരുന്നു. അതിനുശേഷം നേരിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെയെ പരാതി അറിയിച്ചു എന്നാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ പാലോട് രവി ബോധപൂർവം ചില വീഴ്ചകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്ന ആക്ഷേപമടക്കം ശശി തരൂരിന് ഒപ്പമുണ്ടായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചവർക്കുമുണ്ട്. പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ചില കേന്ദ്രങ്ങൾ, സ്ഥിരമായി കോൺഗ്രസിന് വോട്ട് ലഭിക്കുന്ന കേന്ദ്രങ്ങളടക്കം വോട്ട് ചേർന്നു. പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ നിന്ന് ലഭിച്ച വോട്ട് ആണ് വിജയത്തിന് കാരണമായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ശശി തരൂർ ആശങ്കപ്പെട്ട, വോട്ടെണ്ണൽ സമയത്ത് വലിയ ആശങ്ക ശശി തരൂരിനുണ്ടായിരുന്നു. വോട്ടെണ്ണലിൻ്റെ അവസാന മണിക്കൂറുകളിൽ ശശി തരൂരിൻ്റെ ഫ്ളാറ്റിലായിരുന്നു. അവിടെ ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ അദ്ദേഹത്തിന് വലിയ ആശങ്ക ആ സമയത്ത് അദ്ദേഹം പ്രകടിപ്പിച്ചതായും പലയിടങ്ങളിലെ വോട്ട് ചോർച്ചയടക്കമുള്ള അതിലുള്ള വലിയ പ്രതിഷേധവും അദ്ദേഹം രേഖപ്പെടുത്തുകയും പരാതി നൽകുമെന്ന് പറയുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ ഡൽഹിയിലെത്തി ഈ കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. സമാനമായി തന്നെ ആറ്റിങ്ങലിൽ ഈ പരാതിയുണ്ട്. പക്ഷേ രേഖാമൂലം അത്തരമൊരു പരാതി അടൂർ പ്രകാശ് ഇതുവരെ KPC നേതൃത്വത്തെയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെയോ അറിയിച്ചിട്ടില്ല. ആറ്റിങ്ങലിലും സമാനമായി കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് പരാതി ഉയരുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ പരാതിയിൽ ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ അന്വേഷണം നടത്തേണ്ടി വരും. കാരണം ശശി തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. ആ തരത്തിലൊരു അന്വേഷണം നടത്തി ഇനി നടപടികളിലേക്ക് കടക്കുമോ എന്നത് വ്യക്തത വരേണ്ടി വരും. ആലത്തൂരിലും സമാനമായ സാഹചര്യമുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിൽ പലയിടങ്ങളിലായി വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിന് പുറമെ തിരുവനന്തപുരത്തും പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസിന്റെ പാർട്ടിക്കുള്ളിൽ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്നു. റോഷിപാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തരൂർ പരാതി നൽകിയിരിക്കുന്നത് DCC നേതാവിന് മാത്രമല്ല, DCC അധ്യക്ഷനെതിരെ മാത്രമല്ല, ചില നേതാക്കൾ തൻ്റെ വോട്ട് കുറഞ്ഞതിന് പിന്നിൽ കാരണക്കാരാണ് എന്നുകൂടിയാണ് പരാതി, ഹൈക്കമാൻഡിൽ സമർപ്പിച്ചിരിക്കുന്ന പരാതിയിൽ ശശി തരൂർ പറയുന്നത്.